ക്യാരറ്റ് കോസംബാരി സാലഡിൻ്റെ ഒരു സൗത്ത് ഇന്ത്യൻ വേർഷൻ. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ ഇത്. ഈവനിങ്ങിന് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഓഫീസിലേക്ക് ക്യാരി ചെയ്ത് 11 o'clock കഴിക്കാനോ അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർക്ക് ഒരു നേരത്തെ മീലായിട്ടോ ഇത് കഴിക്കാം. കാരണം ഇതിൽ പ്രോട്ടീൻ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. റീജിയൻ അനുസരിച്ച് ഇതിൻ്റെ പേരിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടത് കുറച്ച് പ്രോട്ടീൻ ഒന്ന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മൂങ് ദാലാണ്. മൂങ് ദാൽ എന്ന് പറഞ്ഞാൽ ചെറുപയർ പരിപ്പ്, തോലില്ലാതെ. അത് 1.5 ടേബിൾ സ്പൂൺ എടുത്ത് 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഇത്. ഇനി ഇത് നമുക്ക് പകുതി വേവ് പാകത്തിൽ വേവിച്ചെടുക്കണം. ഏകദേശം 1.5 മിനിറ്റ് ഇതിനു വേണ്ടി ആവശ്യമുള്ളൂ. അടുപ്പത്ത് വെച്ച് തിളയ്ക്കുമ്പോൾ അല്പം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1 മിനിറ്റോളം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് വേണ്ട പാകത്തിന് അത് വെന്ത് കിട്ടും. അതിൽ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി ഇതൊന്ന് അരിച്ചെടുത്തിട്ട് നല്ല വെള്ളത്തിൽ 1-2 തവണ കഴുകിയെടുത്താൽ നമുക്ക് വേണ്ട പാകത്തിനാവും. അത് നമുക്ക് കോസംബാരി മിക്സ് ചെയ്യുന്ന ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും മഹാരാഷ്ട്രയിലും കർണാടകയിലും ഇതുണ്ടാക്കുമ്പോൾ അവർ വേവിക്കാറില്ല, കുതിർത്ത് വെച്ച ആ പാകത്തിനാണ് എടുക്കാറ്. പക്ഷേ ചിലർക്കൊന്നും ആ കുതിർത്ത് വെച്ച പാകത്തിന് അത് ദഹിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. വെന്തിട്ടുണ്ട്, ഉടഞ്ഞു പോയിട്ടില്ല. ഇപ്പോൾ കോസംബാരി മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ പ്രോട്ടീൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ അടുത്തത് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ക്യാരറ്റ് ഏകദേശം ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പൊടി പൊടിയായി അരിഞ്ഞു വെച്ച ഒനിയനാണ്, സവാള. ക്യാരറ്റിൻ്റെ 1/3 പാകത്തിന്, 1/2 കപ്പ് പാകത്തിന് എടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചിരകിയ തേങ്ങ, ഒരു 1/2 കപ്പ്. ചിരകിയത് തന്നെ വേണം, എന്നാലേ ഇതിനോട് കൂടെ ചേർന്ന് പോവുള്ളൂ കേട്ടോ. വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ കൂടെ ചേർന്ന് പോകുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇനി ഇതിന് കുറച്ചൊരു സ്പൈസിനെസ് കൊടുക്കാൻ വേണ്ടി ഒരു 4 പച്ചമുളക് ചെറുതായി വട്ടത്തിലരിഞ്ഞ് അതും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് കൊത്തമല്ലി ഇലയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു രുചിക്ക് വേണ്ടി. ഇല നല്ലതുമാണ് നമ്മുടെ വയറിന്. ഒരു 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിക്കണം. താളിക്കാൻ വേണ്ടി ഒരു 2-2.5 ടീസ്പൂൺ വെളിച്ചെണ്ണ പാനിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക്, പിന്നാലെ തന്നെ കറിവേപ്പില, വറ്റൽമുളക്, കുറച്ച് കായം കൂടി ചേർത്ത് മൂപ്പിച്ച് എടുക്കാം. അധികം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. ഇനി ഇത് നേരെ കോസംബാരി മിക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പം നമ്മൾ വിചാരിക്കില്ലേ, ഈ കുക്ക് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇതൊക്കെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, താളിപ്പും ഒക്കെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക മണമാണ് കേട്ടോ. ഇതിൽ വേറെ ഇനി 2 കാര്യങ്ങൾ കൂടെ ചേരാനുണ്ട്. അതും കൂടെ വരുമ്പോഴത്തേക്കും നല്ല മണമാണ്. ഇനി ഇതിലേക്ക് പുളിപ്പിന് വേണ്ടി ഒരു ചെറിയൊരു നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർക്കുന്നത് എപ്പോഴും സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ മാത്രമേ പാടുള്ളൂ. ചിലപ്പം ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കാറാവുമ്പോഴേക്കും അല്ലെങ്കിൽ ഗസ്റ്റ് വരാറാവുമ്പോഴേക്കും ഇതിൽ പച്ചക്കറിയിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അത് രുചി നഷ്ടമാവും. അപ്പോൾ സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉപ്പ് ചേർക്കുക. ഒരു 4-5 വർഷം മുന്നേ ഞാൻ വെയിറ്റ് ലോസ് പ്ലാൻ ചെയ്തിരുന്ന സമയത്ത് എൻ്റെ ഈവനിങ്ങത്തെ അധിക ദിവസത്തെയും എൻ്റെ ഈവനിങ്ങത്തെ ഒരു മീൽ ഇതായിരുന്നു. എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മീൽ.
നമ്മുടെ വയറും നല്ലോണം ഫില്ലാവും, അതേസമയം നമുക്ക് വേണ്ട കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓഫീസിലേക്കും ക്യാരി ചെയ്യൂ, നല്ലതാണ്. ഓഫീസിൽ 11 മണിക്കൊക്കെ ഇത് ഇരുന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ കൊതി പിടിച്ച് നമ്മളിങ്ങനെ നോക്കും. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.